തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. UDF അധികാരത്തിൽ വന്നു. പക്ഷേ ഇടതുമുന്നണിയുടെ യോഗം ഇതുവരെയായും ചേർന്നിട്ടില്ല. ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രതിസന്ധികളുമുണ്ട്. സാധാരണഗതിയിൽ ഒരു പരാജയമുണ്ടായാൽ അത് വിശകലനം ചെയ്യുന്ന പതിവ് ഇടതുമുന്നണിയിലുള്ളതാണ്. വളരെ നേരത്തെ തന്നെ പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന പതിവുണ്ട്. പക്ഷേ ഇത്തവണ ആ പതിവ് നീണ്ടുപോവുകയാണ്. ഏകദേശം 2 മാസമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണി യോഗം ചേർന്നിട്ട്. CPIM ആകട്ടെ അവരുടെ പരാജയ കാരണങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തു ആദ്യഘട്ടം പൂർത്തിയാക്കി. ബ്രാഞ്ച് തലം മുതൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലിയ കാലതാമസമില്ലാതെ ഓഗസ്റ്റിൽ അവർ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം ഇടതുമുന്നണിയിലാകട്ടെ ഘടകകക്ഷികൾക്ക് എന്താണ് സംഭവിച്ചത്, പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു വിശകലനം നടത്താനോ അവസരം കിട്ടിയിട്ടില്ല എന്നാണ് ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികളുടെ പരാതി. പ്രത്യേകിച്ചും RJD ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പരാതി നേരിട്ട് തന്നെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രതീക്ഷ തെറ്റിയതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യത്തിൽ വല്ലാതെ അടിപതറി. വലിയ തരത്തിൽ പരാജയം ഏറ്റുവാങ്ങി. എങ്ങും MLA-മാരില്ലാത്ത അവസ്ഥയാണ് കേരള കോൺഗ്രസ് എമ്മിന്. ആ സാഹചര്യത്തിൽ പരാജയ കാരണങ്ങൾ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് തെറ്റുപറ്റിയത് എന്നുള്ളതൊക്കെ വിശദീകരണം നടത്തേണ്ട ആവശ്യം അനിവാര്യമാണ്. അപ്പോഴാണ് ഇടതുമുന്നണിയിലെ മുതിർന്ന പാർട്ടിയായ CPIM-ന്റെ ഈ മൗനം. പാർട്ടി എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു നിലപാടിലേക്ക് പോകുന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ചേരാറുണ്ട്. വലിയ ചർച്ചകൾ നടക്കാറുണ്ട്. അധികാരത്തിൽ വന്ന UDF സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങൾ പല മേഖലകളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. ഇതൊക്കെ ഒരു പ്രതിഷേധമാക്കി മാറ്റാനും അല്ലെങ്കിൽ ഒരു സമരമാക്കി മാറ്റാനുമൊക്കെയുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ പറയുന്നത്. തുടക്കം മുതൽ തന്നെ ശക്തമായ പ്രതിഷേധം ഇടതുമുന്നണി ഉയർത്തണമായിരുന്നു. എന്നാൽ മാത്രമേ പാർട്ടിയെയും അണികളെയും ഒക്കെ ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്ന് CPIM-ന്റെ ചില നേതാക്കന്മാരും പറയുന്നുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അകത്തുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ചില സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. അത് പരിഹരിച്ചിട്ട് ഇടതുമുന്നണി യോഗമാകാം എന്ന നിലപാടാണ് ഇപ്പോൾ CPIM സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും CPIM-ഉം CPI-യും അത്ര നല്ല സുഖത്തിലല്ല. കാരണം CPI ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, പ്രതിപക്ഷ ഉപനേതാവ് പദവി. അത് വിട്ടു നൽകാൻ CPIM തയ്യാറാകുന്നില്ല. കാരണം പണ്ട് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പ്രതിപക്ഷ ഉപനേതാവ്. അതുപോലെ തന്നെ ഇത്തവണയും മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി. പ്രതിപക്ഷ ഉപനേതാവായി അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലിന് വരാനും താല്പര്യമുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ എങ്ങും നടന്നിട്ടില്ല, എങ്ങും ഒന്നും ആരും സംസാരിച്ചിട്ടുമില്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല. CPIയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കാരണം പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം എന്ന് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെതിർത്ത് പറഞ്ഞെങ്കിൽ തന്നെയും അതിൽ നിന്നും അവർ പിന്മാറാൻ തയ്യാറല്ല. ഓരോ ദിവസവും CPIയുടെ ഓരോ നേതാക്കന്മാർ രംഗത്തെത്തുന്നു, ഇതേ അവകാശവാദം ഉന്നയിക്കുന്നു. അതേസമയം CPIM-ന്റെ ചില നേതാക്കന്മാർ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. എന്നിട്ടും CPI പിൻവാങ്ങുന്ന മട്ടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ ഉപനേതാവ് പദവി അവർക്ക് അനിവാര്യമാണ്, അവരുടെ രാഷ്ട്രീയത്തിന് അനിവാര്യമാണ്. എന്നും CPIM-ന്റെ കീഴിൽ സാധാരണ രാഷ്ട്രീയ പാർട്ടിയെ പോലെ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അവരുടെ ചില നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഉറച്ച നിലപാടിൽ നിൽക്കുന്നത്. എന്തായാലും CPIM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി നിർണായകമായ ദിനങ്ങളാണ്. കാരണം നിയമസഭയിൽ വലിയ തരത്തിൽ അവരുടെ നേതാക്കന്മാർ സംസാരിച്ചെങ്കിൽ തന്നെയും UDF-ന്റെ MLA-മാർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു പരാതി പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നിട്ടുണ്ട്. അത് LDF-ലെ ഏകോപനമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ആ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പാർട്ടിക്ക് ശക്തി പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ഇടതുമുന്നണി വിളിച്ചു ചേർക്കണം.
സമരങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കണം. അല്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വല്ലാതെ വഷളാകുമെന്ന് CPIയും പറയുന്നുണ്ട്. എന്തായാലും വലിയ കാലതാമസമില്ലാതെ ഒരു പക്ഷേ ഇടതുമുന്നണി യോഗം ചേരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആര് CPI നേതാക്കളെ അനുനയിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം. CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണം. അതിനപ്പുറത്തേക്ക് അവർ മറിച്ചൊന്ന് ചിന്തിക്കുന്നതുമില്ല. ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആര് മുൻകൈയെടുക്കും എന്നുള്ളതാണ് CPIഎമ്മിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. എന്തായാലും വലിയ താമസമില്ലാതെ ഇടതുമുന്നണി യോഗത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഓരോ ദിവസവും ഓരോരോ വിവാദങ്ങളാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു പൊങ്ങിയ PSC വിവാദത്തിൽ നിന്നും വളരെ വേഗത്തിലൊന്നും ഇടതുമുന്നണിക്കോ അല്ലെങ്കിൽ കഴിഞ്ഞ ഇടതു സർക്കാരിനോ ഒന്നും തന്നെ തലയൂരാനാകില്ല. അത്ര കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. മാത്രവുമല്ല, ഓരോ പ്രാവശ്യവും ഭരണപക്ഷത്തിനെതിരെ നീക്കങ്ങൾ നടത്തുവാൻ അവർ കരുക്കൾ നീക്കുമ്പോൾ അപ്പോഴൊക്കെ തന്നെ LDFന് എതിരായ ചില നീക്കങ്ങൾ UDFൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഇരു പാർട്ടികൾക്കും ആശ്വസിക്കാം. കാരണം UDFൽ അവരുടെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൽ KPCCയുടെ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ കാര്യങ്ങൾ വളരെ മെല്ലെപ്പോക്കിലാണ്. അതേ പ്രശ്നം തന്നെയാണ് LDFൽ പ്രതിപക്ഷ ഉപനേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും. എന്തായാലും വലിയ താമസമില്ലാതെ ഇടതുമുന്നണി യോഗം ചേർന്ന് പ്രതിപക്ഷ ഉപനേതാവ് എന്ന പ്രശ്നം പരിഹരിക്കും എന്നാണ് CPIയുടെ പ്രതീക്ഷ. പക്ഷേ ഈ അവസരത്തിൽ CPIM ആകട്ടെ അവരവരുടെ മൗനം തുടരുകയുമാണ്.